ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് പ്യുവർ ഇവിയുടെ ഷോറൂമിൻ്റെ മുന്നിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ പ്യുവർ ഇവിയുടെ ഇപ്ലൂട്ടോ 7G Max എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു IC എഞ്ചിൻ സ്കൂട്ടർ പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ ഇതൊരു ഇലക്ട്രിക് ആണ്. 201 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് നേരെ താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ സ്കൂട്ടറിന് വേറെ ഒരുപാടധികം പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്ലൂട്ടോ 7G Maxൻ്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ ഇതേ 100%ലാണ് നമ്മുടെ സ്കൂട്ടർ ഉള്ളത്. പാർക്കിംഗ് മോഡിലാണ്, ഇപ്പോൾ ഇതേ റൈറ്റ് മോഡിലായിട്ടുണ്ട്. നമുക്ക് വയനാട് ഭാഗത്തേക്ക് പോവാം. നമുക്ക് ഈ ചുരം കയറുമോ അല്ലെങ്കിൽ കയറ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് റേഞ്ചിലേക്ക് ഞാൻ ശരിക്കും ലിറ്ററലി ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ യാസിക്ക് മുന്നിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് ഫുള്ളാണ് കാണുന്നത്. ഇത് നമുക്ക് കയറ്റം കയറുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടറിയാം. നമുക്ക് നമ്മുടെ യാസിക്കത് വേറൊരു ബൈക്കുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പോവാ. നോർമൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു ചാട്ടവും തെറുപ്പും അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഗ്രാജുവലിയാണ് പോകുന്നത്. ആൻഡ് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറുമാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കോഴിക്കോട് നിന്ന് വണ്ടി കിട്ടിയത് കാരണം നമുക്ക് എന്തായാലും താമരശ്ശേരി ഒന്ന് പോയി കാടാമോട്ടൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ അതായത് 201 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. കയറ്റമൊക്കെ കയറി വരുമ്പോഴത്തേക്കും എത്ര കിലോമീറ്ററാണ് ആ ഒരു കുറവ് വരുന്നത്, അല്ലെങ്കിൽ വലിക്കുമോ എന്തെങ്കിലും സീൻ ഉണ്ടാവോ എന്നൊക്കെ നോക്കാം. 2 EV ആണ്. ഇതേ ഫ്രണ്ടിൽ നമ്മുടെ യാസിക്ക് നമ്മുടെ ബൈക്കും EV ബൈക്കുമായിട്ട് പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ആ ബൈക്കുമായിട്ട് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ബ്രേക്കിംഗ് ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ റീജൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല. 60 km/h ആണ് ഈ ഒരു സ്കൂട്ടറിന് അവർ ടോപ്പ് സ്പീഡ് പറയുന്നത്. ആ സ്പീഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗൺ ആക്കിയിട്ട് കയറുന്നുണ്ട്. കയറി ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ആ ഒരു ടെൻഷൻ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, സാവധാനം ഓടിച്ച് കിടക്കുന്നവർക്കും കുറച്ച് എന്താ പറയുക ബിഗിനേഴ്സിനൊക്കെ ഈസിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൂട്ടറാണ്. ആൻഡ് നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് കൂളായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യാം. ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ്. ആ ഒരു ഇനീഷ്യൽ പവറും ടോർക്കും ഒക്കെ അടിപൊളിയാണ്. ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സമാധാനപൂർവ്വമായിട്ട് ഇങ്ങനെ പോവാം. പ്യുവർ EV ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയും നല്ലൊരു റേഞ്ചാണ് അവർ കൊടുക്കുന്നത്. നമ്മുടെ ബൈക്സിനൊക്കെ മൈലേജ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിനൊക്കെ മൈലേജ് എന്ന് പറയുന്ന പോലെ EVയുടെ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും റേഞ്ച് 201 കിലോമീറ്റർ റേഞ്ച് പറയുന്നത്. എങ്ങനെ പോയാലും ഒരു 170 ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ച് തന്നെയാണ് ഈ ഒരു സ്കൂട്ടർ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്തായാലും താമരശ്ശേരി പോയിട്ട് കാടമുട്ട കഴിച്ചിട്ട് വന്നാലാ. ലൈറ്റ് ഓൾമോസ്റ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടും, എത്രത്തോളം ബാറ്ററി കൺസംഷൻ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ഈ ഒരു റൈഡിൽ അറിയാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ താമരശ്ശേരി പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ കിലോമീറ്റർ 1530 നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് താമരശ്ശേരി ഒരു 10-45 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് എന്തായാലും അവിടെ കയറുമ്പോൾ എത്ര ബാറ്ററി ചാർജ് കുറയും എന്നുള്ളതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. കുത്തി വലിച്ചാണ് പോകുന്നത്. കൈ കൊടുക്കുമ്പോഴാണെങ്കിൽ ഈ സാധനം തെറിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട് കേട്ടോ ഇതിന്. കയറി അയ്യോ, നല്ല ബ്ലോക്കുള്ള വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 60 ടോപ്പ് സ്പീഡ് പറയുന്നത്. ഇപ്പോൾ 55-60 ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. ആ ഒരു ഇനീഷ്യൽ പവർ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു പവറും അങ്ങനെ ഡെലിവറി ചെയ്യുന്നില്ല. അതുകൊണ്ട് ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കാട്ടോ റോഡ്. പിന്നെ ന്യൂ ഇയറിൻ്റെയൊക്കെ 2 ദിവസം മുന്നേ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ കയറോ. പൊളി ഓവർടേക്ക് ചെയ്ത് 1532 കിലോമീറ്ററിലാണ് ഇപ്പോൾ കാണിക്കുന്ന ഓടോ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും പുറകിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ബസ്സുകാരെ പേടിപ്പിച്ച് ഹോണടിപ്പിച്ച് നമ്മളെ കൊല്ലുമെന്നാണ് തോന്നണത്. ഇപ്ലൂട്ടോ കയറ്റമൊക്കെ ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ 3ാമത്തെ റൈഡിങ് മോഡിലാണ് ഇട്ടേക്കുന്നത്.
നമുക്ക് നോർമലി പീസ്ഫുള്ളായിട്ടൊക്കെ നമുക്ക് ഓടിച്ച് നടക്കാനായിട്ട് എന്താ പറയുക, നമുക്ക് നമ്മുടെ സിറ്റി പർപ്പസിനും നമുക്ക് നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ എന്താ പറയുക ഒട്ടും ഭീകരമായ പവറില്ലാത്ത എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ട പവറും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്കൂട്ടറാണിത്. 3-4 മോഡലിൽ അല്ലെങ്കിൽ വേരിയൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത്. 201 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേപ്പേഴ്സിൽ മാത്രമാണ്. 201 മേളിൽ ഓടണമെങ്കിലേ ഉള്ളൂ എന്നാണ് ഇത് ഓടിച്ച ആൾക്കാരും റിവ്യൂ ചെയ്തവരൊക്കെ പറഞ്ഞത്. നമുക്ക് എന്തായാലും നാളെ ബൈക്ക് ഒന്ന് ഓടിച്ച് നോക്കണം. ബൈക്ക് അധികം EV അങ്ങനെ നമ്മളധികം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതെന്താ അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കട്ട കുറയത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പല വ്ളോഗിലും പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. എന്തൊരു മൈലേജാണ്. പിന്നെ വേറെ ഒരു സൗണ്ടോ വേറെ എവിടെ നിന്നും വേറെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. നല്ല രസമാണ് ചില്ല് ചെയ്തിങ്ങനെ. നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല. നമുക്ക് എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ദൂരം പോയി ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല രസമായി ഇതൊരെണ്ണം മേടിച്ചിട്ട് കഴിഞ്ഞാൽ. ബ്രേക്കിംഗ് ആണെങ്കിലും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്കയാണ് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഭൂതക്കണ്ണാടി പോലത്തെ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അയ്യോ, ടോപ്പ് സ്പീഡ് നമ്മൾ പേപ്പേഴ്സിൽ 60 ആണ് കണ്ടത്. പക്ഷേ നമുക്കിങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒരു 64 വരെയൊക്കെ പോകുന്നുണ്ട്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു ഇൻക്ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഇറക്കം കയറ്റം അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു 64 ഒക്കെ വരുന്നത്. അതൊരിക്കലും ഇതല്ല. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു പ്ലെയിൻ റോഡ്സിലൊക്കെ എപ്പോഴും നമ്മൾ സ്ട്രെച്ച് നോക്കുവാണെങ്കിൽ ഒരു 60 തന്നെ ആയിരിക്കുള്ളൂ വരിക. നമുക്ക് ഇതുപോലെയൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലോക്കിലൊക്കെ 6 ആഗ് അടിച്ച് പോകാനൊക്കെ നൈസാണ്. രസമാട്ടോ. എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യം എന്താ പറയുക, നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ വലിയ ചിലവൊന്നും ഇല്ലാണ്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ EV സ്കൂട്ടേഴ്സൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ EV എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. കാരണം ഇനിയിപ്പോൾ ബാക്കി എല്ലാ കമ്പനീസും EVയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊരു ചെറിയ കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ നൈസായിട്ട് കയറി പോകുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നോക്കിലൊക്കെ ഇതുപോലെ നൈസായിട്ട് എടുത്തുകൊണ്ട് പോവാം. സ്കൂട്ടർ എടുത്തിട്ട് ഏകദേശം 10 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. ഉള്ള നൈറ്റാണ്. ഇവിടെ വലിയ വിഷ്വലും കാര്യങ്ങളൊന്നും കാണാനില്ല. വേറെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നൈറ്റ് ചെറുത്തി പോയി ഈ കോഴിക്കോടുള്ള ആൾക്കാരെല്ലാവരും പറയാറുണ്ട് നൈറ്റ് ഇടയ്ക്ക് ഇങ്ങനെ മേളിൽ പോവും, കാടമട്ടയും കട്ടൻ ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി പോകാറുണ്ട് എന്നൊക്കെ. അപ്പോൾ കോഴിക്കോട് നിന്നപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങോട്ട് പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ആസിക്കും കൂടി നമ്മുടെ 2 EV എടുത്ത് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ന്യൂ ഇയറൊക്കെ കയറണേ, ന്യൂ ഇയറും ക്രിസ്മസൊക്കെ കയറണം. നല്ല തിരക്കാണ് റോഡിലൊക്കെ. വാ പൊന്നോ, ഇതിൽ ഹബ് മോട്ടർ ആയത് കാരണം നമുക്ക് നല്ലൊരു ഇനീഷ്യൽ പുള്ള് കിട്ടുന്നുണ്ട്. നമ്മുടെ ബെൽറ്റിനേക്കാളും ഹബ് എന്ന് പറയുമ്പോൾ ഹബിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊടുക്കുന്ന ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടല്ലോ, ആ ഒരു ഇനീഷ്യലി ഉള്ളൊരു റെസ്പോൺസ് ഭയങ്കര ഹൈ ആണ്. അയ്യോ, ബാബ്സിൻ്റെ വണ്ടിയോ? ബാബ്സിൻ്റെ ഹോണൊക്കെയാണല്ലോ. ഇവിടെ എന്തോ സമ്മേളനോ പരിപാടി എന്താണ്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ആർക്കൊക്കെ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ, കുറച്ച് എന്താ പറയുക പേടിയുള്ള ലേഡീസോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാം അധികം ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പവർഡായിട്ടുള്ള ഒരു EV ഓടിക്കാൻ പേടിയുള്ള ആൾക്കാർക്കൊക്കെ സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഏജ്ഡായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച്. കാരണം ഈ ചെറിയ EV ഒക്കെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല ഹൈ ടോർക്കായത് കാരണം ചാടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബൈക്ക് സ്കൂട്ടറിന് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒരു എന്താ പറയുക ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്, ഹബ് മോട്ടറാണ്. അപ്പോൾ വലിയൊരു ഇനീഷ്യലും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ റാൻഡമായിട്ട് ഇങ്ങനെ പതിയെ ഗ്രാജുവലി ഇങ്ങനെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു പവറുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ 200 കിലോമീറ്ററിന് മുകളിലൊക്കെ ഇവൻ സുഖമായിട്ട് കിടന്നോടും. പല EV സ്കൂട്ടേഴ്സും നമുക്ക് കയറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഓടിക്കുന്ന സമയത്ത് ഹീറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോകുന്നു, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്കൂട്ടറിന് ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി കോഴിക്കോട് നിന്ന് എടുത്തിട്ട് താമരശ്ശേരി ഭാഗത്തേക്ക് ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഹീറ്റ് ആവുന്ന ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
ഇടയ്ക്ക് എവിടെയും നിർത്തുന്നില്ല. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം വണ്ടിയുടെ പെർഫോമൻസിന് ഇതുവരെ ഒരു കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ആസ് ഓഫ് നൗ ഇല്ല, കാരണം നല്ലൊരു കയറ്റത്തിലാണ്. പിന്നെ അതിനൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം അയ്യോ കയറുന്നില്ല കയറി അപ്പോൾ ആ ഒരു സ്പീഡ് ലിമിറ്റിൽ ഇപ്പോൾ ഒരു ലോറീനെ ഓവർടേക്ക് ചെയ്തു. ഇതിൻ്റെ ലൈറ്റ് കുറച്ച് സീനാട്ടോ. ഇത് എവിടെ അടിക്കുന്നതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. കയറി മോനെ കയറി പൊളി. ഇവിടെ ചുരത്തിൽ കടുവേനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ന്യൂസൊക്കെ ഉണ്ടായിരുന്നില്ലേ? കണ്ടോ നമ്മുടെ വണ്ടി ഇതേ താമരശ്ശേരി ചുരമാണ് നമ്മുടെ പ്ലൂട്ടോ 7G Max കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഡോസ് ടു പ്യൂർ EV. വണ്ടി നൈസായിട്ട് കയറുന്നുണ്ട്. വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫെയിൽ ചെയ്യുന്നില്ല. ആ വണ്ടിയുടേതായിട്ടുള്ള ടോപ്പ് സ്പീഡ് 60 ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടി സിമ്പിളായിട്ടാണ് ക്രോൾ ചെയ്ത് കയറുന്നത്. എന്താ പറയുക, പീസ്ഫുള്ളി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ് ഇത്. ഇപ്പോൾ ഇത് 1567 കിലോമീറ്റർ, 10-40 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ഓടിച്ചു. ഇത് നോക്കി, ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ആകാണ്ട് റിയർ വ്യൂ മിററായിട്ട് വെച്ചേക്കുന്നത്. കണ്ണിലോട്ട് അടിച്ചിട്ട് കണ്ണ് കിളിയായി. ഇത് നല്ലൊരു കയറ്റം ആട്ടോ നമ്മുടെ സ്കൂട്ടർ കയറുന്നത്. അങ്ങനെ മിസ്സിങ് പവർ ലാഗോ ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ബാറ്ററിയും ഡ്രോപ്പ് ആയിട്ടില്ല. സോ ഫൈനലി ഗൈസ്, നമ്മുടെ കടമുട്ട ആൻഡ് നമ്മുടെ കട്ടൻ ചായ കട എത്താറായിട്ടുണ്ട്. സക്സസ് പൊളിമൂട് അമ്പാടി. ഇവിടേക്ക് എത്തിയാൽ മതി. കണ്ടില്ലേ, നമുക്ക് അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ ഈ ഒരു കയറ്റമൊക്കെ കയറിയതേ സംഭവം ഇവിടെ എത്തി. വേറെ എന്നാ വേണം? പൊളിയോസ്കി. അതെ, നക്ഷത്രം ചുരം. അതാടാ. ഓ, ഒരു കിടിലൻ, ഒന്നും പറയാനില്ല. അടിപൊളി. എന്ത് രസമെന്ന് അറിയാം ഇങ്ങനെ ഓടിച്ചു നടക്കാനായിട്ട്. എവിടെ നമ്മുടെ യാസിക്ക് എവിടെയുണ്ട്? യാസിൻ മുഹമ്മദ് എവിടെ? അമ്മേ, മുതലാട്ടോ അത്, ഒരു രക്ഷയില്ല. 5 പൈസ ചിലവില്ലാണ്ട് ഇത് താമരശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ ഓടോയിൽ 1570 കിലോമീറ്റർ ആട്ടോ കാണിച്ചേക്കുന്നത്. ഏകദേശം നമ്മളൊരു 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് റിവേഴ്സ് എടുക്കാനായിട്ട് പാർക്ക് അടിക്കുക, റിവേഴ്സ് പ്രസ് ചെയ്തിട്ട് ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് കയറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. 45 കിലോമീറ്ററിന് മേളിൽ നമ്മൾ ഓടിയിട്ടുണ്ട്. പക്ഷേ എവിടെയും എന്താ പറയുക, നമുക്ക് കട്ടയൊന്നും എവിടെയും കുറഞ്ഞിട്ടില്ല. ഫുൾ കട്ടയിൽ തന്നെയാണ് നിൽക്കുന്നത്. എവിടെയും റേഞ്ചും ഇങ്ങനെ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചുരം കയറി ഇറങ്ങി നമ്മുടെ അടിവാരത്തെത്തി. ഇപ്പോൾ ചാർജ് എന്ന് പറയാനായിട്ട് ഒരു കട്ട പോലെ കുറഞ്ഞിട്ടില്ല. സെയിം ആസ് ബിഫോർ. ഏകദേശം ഒരു 10-50 മേളിൽ കിലോമീറ്റർ ഓടി, എന്നിട്ടും തീർന്നിട്ടില്ല. താമരശ്ശേരി ചുരമൊക്കെ പോയി തിരിച്ചിറങ്ങി വന്നു. ഏകദേശം ഒരു 55-57 കിലോമീറ്ററോളം നമ്മൾ ഈ സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ ചാർജ് എത്ര തീർന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല. ഏകദേശം 57 കിലോമീറ്റർ ഓടിയിട്ട് പോലും ഒരു കട്ട പോലും ഇല്ലാണ്ട് ഫുൾ ചാർജായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ 1616 കിലോമീറ്ററായി. നമ്മളൊരു 100 കിലോമീറ്ററിന് മേളിൽ ഓടിച്ചു. എന്നിട്ട് ബാറ്ററി പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം ഇത് എത്ര കിലോമീറ്റർ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ കട്ട കുറയുന്നതെന്ന്. എന്തായാലും കൊള്ളാട്ടോ ഇത്. ഈ എന്താ പറയുക, വീട്ടിലെ ആവശ്യത്തിനും അല്ലെങ്കിൽ ഒരുപാട് ഓട്ടോ ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ഒരുപാട് ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ തന്നെയാണിത്. നല്ലൊരു ഉഗ്രം കയറ്റം ആട്ടോ. ഇത് കയറുവാണെങ്കിൽ സെറ്റാണ് വണ്ടി, വേറൊന്നും പറയാനില്ല. കയറി ഞാനപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാലിക്കറ്റ് ബീച്ച് റോഡിലെത്തിയിട്ടുണ്ട്. 1675 കിലോമീറ്ററാണ്. 1525 കിലോമീറ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എത്ര കിലോമീറ്റർ ഓടി നോക്കാം നമുക്ക് ഈ ഒരു റേഞ്ചിൽ. 675 മൈനസ് 1525, ഇപ്പോൾ 150 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അതായത് 200 കിലോമീറ്റേഴ്സാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ റേഞ്ച് പറയുന്നത്. അതിൽ 150 ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇപ്ലൂട്ടോ 7G Max ഞാൻ നമ്മുടെ ഷോറൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ആകെ മൊത്തം 1697 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. 1525 ആ റേഞ്ചിലായിരുന്നു ഞാൻ ഈ ഒരു സ്കൂട്ടർ ഇവിടെ നിന്ന് എടുത്തേച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 1697 കിലോമീറ്റർ. ഈ ഒരു ഇത് നോക്കണ്ട, ഇതിപ്പോൾ എന്തായാലും ഒരു 30% ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെന്തായാലും ഇറങ്ങി തുടങ്ങും.
പക്ഷേ നല്ല രീതിയിലുള്ളൊരു ബാക്കപ്പാണ്. ഇപ്പോൾ ഉള്ള ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടർ വെച്ച് നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള ബാക്കപ്പും അതുപോലെ തന്നെ 3 റൈഡിങ് മോഡിലും ഓടിച്ച് നോക്കിയായിരുന്നു. അതായത് ഏറ്റവും ടോപ്പ് മോഡിലായിട്ടുള്ള ത്രില്ലർ മോഡും അതുപോലെ തന്നെ സ്പോർട്സ് മോഡും നോർമൽ മോഡും എല്ലാം യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പവറും എന്നിട്ട് പോലും ഇത്രയും ഒരു റേഞ്ച് കിട്ടി. അത് മാത്രമല്ല പറയാനായിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം, അതായത് താമരശ്ശേരി ചുരം അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റവും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറി ഇറങ്ങി വന്നിട്ട് പോലും ഇതിൻ്റെ ചാർജ് ഒരു രീതിയിലും കുറയുന്നില്ല. നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഒരു സ്കൂട്ടർ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള EV സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വയനാട് റോഡിലുള്ള പ്യുവർ EVയുടെ ഷോറൂമിലാട്ടോ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ.